കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതാണ് ആ ഒരു ഐഡിയോളജിയാണ് ഇത് പൊളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും പേരിടുന്നതിന് പ്രശ്നം, മുസ്ലിം കഥാപാത്രം ഏതോ ദൈവത്തിന്റെ പേരുള്ള കഥാപാത്രത്തോട് ചോദ്യം ചെയ്യാം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊരു സെൻസിബിലിറ്റി പോലും ഇല്ലാതെ പോകുന്നു. ഏതൊക്കെ ദൈവങ്ങളെ ഏതൊക്കെ ആൾക്കാരുടെ പേര് യൂസ് ചെയ്യണമെന്നൊരു നിയമമായിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിക്കൊണ്ട് ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കാശ് പോകുമല്ലോ, സമയം പോകും. ഈ സെൻസർ ബോർഡിനോട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന പിള്ളേർ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് അത് തന്നെ ആയിരിക്കും. കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ബയോളജി എക്സാം എഴുത പോണ ഒരു ഇതല്ലേ MLA, I don't have confidence to because it is a new language. അപ്പോൾ തുടങ്ങല്ലേ. മാസ്കുലിനിറ്റിനെ എംബ്രേസ് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. നമ്മൾ പേര് ആദ്യമേ കണ്ടതും അങ്ങനെയായിരുന്നു. തള്ളി മാറ്റിയ ഊന്തിക്കറി നീ ചെയ്ത് ശരിയാണെന്ന് വെൽ റിട്ടൺ സിനിമ, അതൊരു ക്ലാസിക് എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ഒരു ബുക്ക് വായിച്ച ഫീൽ നമുക്ക്. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ആണുങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അതായത് മെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പലപ്പോഴും സിനിമയിൽ ട്രസ്റ്റിൻ്റെ പുറത്താണ് കാണിക്കുക. എന്നാൽ മീശ എന്നുള്ള സിനിമയിൽ ട്രസ്റ്റിനപ്പുറം കുറച്ച് സീക്രട്സ് കൂടിയുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിലനിന്ന് പോകാനുള്ള കാരണമായിട്ട് മീശയെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാന താരങ്ങളായിട്ടുള്ള കതിർ, ഹക്കിം, ജിയോ ബേബി എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. മീശയിൽ പല പല മീശകൾ കാണിക്കുന്നുണ്ട്. ആൻഡ് അതും ഓരോരോ ആണുങ്ങളെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ മീശയില്ലാത്തവരുണ്ട്, കൊമ്പൻ മീശയുള്ളവരുണ്ട്, മീശയുടെ രൂപം മാറ്റുന്നവരുണ്ട്. മീശ ഒരു സിംബലൈസ് ചെയ്തതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹക്കിമിന് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നമ്മൾ ആദ്യമേ വേറൊരു പേരാണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് മസ്കുലിനിറ്റിനെ എംബ്രേസ് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. നമ്മൾ പേര് ആദ്യമേ കണ്ടതും അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നെന്തോ കൊമ്പ് അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ആ പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളപ്പോൾ മീശ എന്നുള്ളൊരു ബെറ്റർ ഓപ്ഷനിലോട്ട് നമ്മൾ പിന്നെ പോവുകയായിരുന്നു. അപ്പോൾ ഈ മീശ ഈ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്ത്, അതായത് ഈ മസ്കുലിനിറ്റിനെ എംബ്രേസ് ചെയ്ത് അതിൻ്റെ ഓരോ ഷെയ്ഡ്സ് ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് ഓൾവേസ് വൈറ്റോ ബ്ലാക്കോ അങ്ങനെ മാത്രമല്ല. ബേസിക്കലി ഇത് മെജോറിറ്റി ഗ്രേ ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ലോയൽറ്റി ആണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും, അതായത് ആണുങ്ങൾക്കുള്ള എന്താ പറയുക, അവരുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും മുന്നോട്ട് പോവുക. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേൾഡാണ്. രാഷ്ട്രീയക്കാരനാണ്, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഈ പലപ്പോഴും രാഷ്ട്രീയക്കാരെ അവതരിപ്പിക്കാൻ നേരത്ത് ഈ റൈറ്റേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഈ ആക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു ബ്രീഫ് ഉണ്ട്. ഇപ്പം വടക്കൻ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശരീരഭാഷ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഇന്നയാളെ ശരീരഭാഷ പിടിച്ചാൽ മതി. ജിയോ ബേബിയോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു MC ജോസഫ്? എന്നോട് ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക MC ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഈ മീശ എന്നുള്ള ടൈറ്റിൽ വന്നിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ എന്നോട് MC ഇങ്ങനെ ഇത് ഒരു ആണുങ്ങളുടെ, ഇപ്പോൾ ഹക്കീം പറഞ്ഞതുപോലെ ആണുങ്ങളുടെ പൊതുവായിട്ടുള്ള ചില ഇപ്പോൾ മസ്കുലിനിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഞാൻ. MC-നെ ഫോളോ ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് ഞാനായിട്ട് ഒരു സ്റ്റൈലോ ഒന്നും എടുത്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. കംപ്ലീറ്റ് ഞാൻ ഒരു ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ചെയ്യാതെ ഇത് പിന്നെ ഒരു 3 പേരുടെ സൗഹൃദം, ആ സൗഹൃദത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തുണ്ടാകുന്ന ഇഷ്യൂസ്, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഞാനങ്ങനെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളൊരു ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമയിലെ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഐ ട്രസ്റ്റ് MC. അപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ MC എന്നെ വിളിച്ചതിലും. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറെ കുറച്ച് ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ അങ്ങനെ വേറെ സിനിമകൾ ചെയ്തിട്ടില്ല. പിന്നെ പതിവ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറുകളൊക്കെ കുറച്ച് ചെയ്തിട്ടുള്ളെങ്കിലും അതിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ഏരിയസ് കാണുമ്പോൾ
നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പേഴ്സണലി തോന്നിയിരുന്നു. ഖാദിർ, വെൽക്കം ടു മലയാളം സിനിമ. താങ്ക് യു. ഇത് പേടിയായി ബിക്കോസ് ഇത് കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ് ബയോളജി എക്സാം എഴുത പോണ ഒരു ഇത് இருக்குல்ல, அப்படியா. இது ஃபர்ஸ்ட் டே ஷூட் அப்போ பிஃபோர் ஃபர்ஸ்ட் டே ஷூட் ஆல்சோ இஸ் டெல்லிங் எம்சி சார் ஆர் யூ ஷுர், பிகாஸ் என் மேலே ஐ டோன்ட் ஹேவ் கான்ஃபிடென்ஸ் டு, பிகாஸ் இட் இஸ் அ நியூ லாங்குவேஜ். இது எப்படி புல் ஆஃப் பண்ண போகிறேன்னு எனக்கு தெரியல. ஓ எம்சி சார் வாஸ் லைக் no, we can do it till 4th or 5th day of shoot. My what is this, RPM, what is it, pulse, that was the highest. And but it was a good experience, it was a great experience for me. And in the padam has built so much of confidence in me for performing in any languages, or for actors language is not a thing which restrict அப்படிங்கிற ஒரு. இந்த மிதுனோட தாட் ப்ராசஸ் இருக்குல்ல, அவர் எப்பவும் ஏதாவது புதுசாக மாற்றணும்னு யோசிச்சுட்டு அவருக்கு தனியாக ஒரு யோசனை இருக்குது அந்த படத்தில். இந்த ஒரு மொமெண்ட் இருக்குல்ல, ஏதாவது பண்ணோம் ஆனால் எதை பண்ணோன்னு தெரியாது இருக்கு, அந்த ஏரியாவை பற்றி நீங்கள் என்ன நினைக்கிறீங்க? இல்லை, ஃபர்ஸ்ட் இந்த கேரக்டரோட ஒன் ரியலைசேஷன் பாயிண்ட், இப்போது எனி ப்ராப்ளம் எனி திங் நீங்கள் ஒரு கொஸ்டின் கேட்குறப்போ யூ ஃப்ரம் த ஆன்சர் யூ கெட் அ கிளாரிட்டி. அந்த கிளாரிட்டியோடது இட் ஸ்டார்டட் ஃபார் த கேரக்டர். அண்ட் அனந்தூஸ் கேரக்டர் பில்டட் எவ்ரி திங் அரவுண்ட் இட். அண்ட் மிதுனுக்கு ஃப்ரெண்ட்ஸ் தான், அவங்க பீப்புள் தான் எல்லாமே அப்படிங்கிறது இட் இஸ் பேசிக்லி தேர். ஸோ that was the shift point for மிதுன் நினைச்சேன். இந்த படத்துல பெருமாள் மாதிரியே ஒரு சீக்வன்ஸ் இருக்கு, கிளாஸ் வச்சு. நான் எம்சி சார் சொன்னேன், சார் இது வேணுமா, ஐ யூ ஷுர், இது கண்டிப்பாக இல்லை இது மாண்டேஜ் தான், சும்மா இட் வில் பி நைஸ் அப்படின்னு. எனக்கு லைக் வேற படத்தில் பண்ணது இதில் வேண்டாமேன்னு மட்டும்தான் தாட். பட் இட் வாஸ் நைஸ் ஒன்லி. ஒரு சின்ன ஃப்ரெண்ட்ஷிப்போட க்யூட் மொமெண்ட்டாக. தலித் பொலிட்டிக்ஸ் இருக்குது சார், அது பரியரும் பெருமாளில் ரொம்பவே சொல்லிட்டு இருக்குதா. ஆனால் இந்த மீசையில் வரும்போது கேரளத்தில் இது அவ்வளோ எக்ஸ்போஸாக சொன்ன படங்கள் கிடையாது. ஸோ மீசை பற்றி அந்த ஒரு ஆங்கிளில் நாம் ஒன்றா தான் சொல்லுவோம், ஆனால் நம்மக்கிட்ட டிஃப்ரென்ஸ் இருக்குது. அந்த மாதிரி இருக்கிற ஒரு உலகம் இன்னும் கேரளத்தில் இருக்கு. அதை பற்றி இந்த படம் எவ்வளோ எக்ஸ்பிளைன் பண்ணுன்னு நீங்கள் நினைக்கிறீங்க? மீஷா வந்து இட் இஸ் நாட் அபவுட் தட். அதில் பேக் லேயராக ஆப்வியஸ்லி எல்லாத்துக்கும் புரிகிற மாதிரி ஒரு பேக் லேயராக இட் இஸ் தேர். நான் இந்த கதை கேட்குறப்போ வாட் ஐ தாட் இஸ் லைக் விஷயத்தை தாண்டி இந்த படத்தில் தேர் இஸ் மோர் ஆஃப் ஃப்ரெண்ட்ஷிப், more to do behind how politics and people are connected. அதுக்கு பின்னாடி இருக்கிற ஒரு அரசியல் means politics. So this is the main layer of the film. Means sub layers are there are so many sub layers in it. That is not only about ஒரு specific cast, ஒரு specific இதுங்கிறது கிடையாது. It is right now like if you have more money you are up, if you don't have you're less அப்படிங்கிற இதுதான் இதுன்னு இருக்கு. ஸோ அந்த சுப்பீரியாரிட்டி ஆல்சோ எனி காஸ்ட் இஃப் யூ ஃபிட் இன் அந்த மாதிரி ஒரு இதுக்கு திஸ் ஃபிலிம் வில் ஃபிட் இன். ഓക്കെ ജൂബി, ഇപ്പോൾ കോളനികൾ എന്നുള്ള പദം ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ തന്നെയുണ്ട്, ആ ഒരു പദം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും കോളനി എന്നുള്ള വാക്കും അല്ലെങ്കിൽ കോളനി എന്നുള്ള വിളിയും തരം താഴ്ത്തലായിട്ടും അല്ലെങ്കിൽ ആളുകളെ ഈ പാർശ്വവൽക്കരിച്ച് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പടത്തിലും ആ വാക്കിനെ ആ വിധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ശരിക്കും എപ്പം മുതലാണ് നമുക്ക് ഈ കോളനി എന്നുള്ള വാക്കിനോട് ഇത്രയും അകൽച്ചയും വെറുപ്പും ഉണ്ടായി തുടങ്ങിയെന്ന ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ജീവിക്ക് തോന്നിയിട്ടുള്ളത്? ഇല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോളനി ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് പല കോളനീസ് ഉണ്ട്, അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കോളനീസ് ഉണ്ട്. അതിന് നമ്മൾ എന്നെ പേരിലുള്ള കോളനി എന്ന് തന്നെ പറയും. എനിക്ക് തോന്നുന്നത് കോളനികൾ അങ്ങനെ ഉണ്ടല്ലോ, VIP കോളനി അങ്ങനെയൊക്കെ ഉണ്ട്.
മറ്റേ കോളനി, അതായത് ഇപ്പോൾ ലക്ഷം വീട് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നത് അതിലൂടെയൊക്കെയാണ് കേരളത്തിൽ. അപ്പം ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു, ജാതിയുമായി പിന്നോക്കം നിൽക്കുന്നു, അത്തരം മനുഷ്യരുടെ ആ ഒരു ഇടങ്ങളെ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക മോശമായിട്ട് സംസാരിക്കാൻ. ഇപ്പോഴും നമുക്ക് ഫേസ്ബുക്കിൽ അല്ലേ, നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടെയുള്ള വീഡിയോകളിൽ പലയിടത്തും ഞാൻ കാണാറുണ്ട്, എല്ലായിടത്തും കാണാറുണ്ട്. അപ്പോൾ ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ്. ഇതിനെയൊന്നും നമ്മൾ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന വെൽ എഡ്യൂക്കേറ്റഡ്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ള കിട്ടുന്ന ജനറേഷൻ തന്നെയാണ് ഈ പഠിച്ചവർ തന്നെയാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ പറയുന്ന പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഇതിനെക്കുറിച്ചും മനുഷ്യരെ റെസ്പെക്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നും ഇപ്പോൾ വരട്ടെ നമുക്ക് ആശ്വസിക്കാം. കാരണം കുറേ എന്താ പറയുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഒന്നുകൂടെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വളരെ അടുത്തായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് മാറി വരട്ടെ. അപ്പോൾ നമുക്കിത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവത്തുള്ളൂ. ഈ കുറേ കാലമെങ്കിലും മലയാള സിനിമയിൽ ഒരു തമിഴ് ആക്ടറിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തമിഴ് ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ തന്നെ അത് ബൈ ഡിഫോൾട്ട് വില്ലനായിരുന്നു കുറേ കാലം വരെ. എനിക്കൊന്ന് കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടിട്ടാണ് ഇത് വില്ലൻ അപ്പുറത്തേക്ക് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മലയാളികളെ കൊല്ലാൻ വേണ്ടിയിട്ടോ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ മാത്രമല്ല തമിഴൻ വരുന്നത് എന്നുള്ളത് കാണിച്ചു. അപ്പോൾ ആ ഒരു തരംതിരിവുണ്ടായിരുന്നല്ലോ. ഇത് തിരിച്ച് കുറച്ച് തമിഴ് സിനിമയിലുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നാൻകടവുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ വില്ലനെ മലയാളിയാണ്. അങ്ങനെ അവിടെ മലയാളിയും പ്രശ്നക്കാരനായിരുന്നു. ഈ തരംതിരിവിനെ ഇപ്പോൾ തൊട്ടിട്ട് കുറച്ചും കൂടി ആളുകളുടെ എല്ലാവരും ഹ്യൂമൻസ്, എല്ലാവരിലും നല്ലതുണ്ട് ചീത്തയുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമ ലാംഗ്വേജിലുള്ള ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനെ ജിയോബേബി എങ്ങനെയാ നോക്കി കാണുന്നത്? അത് വളരെ നല്ലതാണല്ലോ. ഇപ്പൊ നമ്മള് കതിറിനെ ഈ ആംഗിളിൽ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ട്. മെയിൻ സ്ട്രീം പടത്തിലെ ഒരു തമിഴ് വില്ല ഇർപ്പാ ഇല്ല. ലൈക്ക് when you're telling, I'm recalling because அந்த சென்ஸ்ல I've not seen. So இப்போ when I'm seeing, I mean when you are telling, I can sense எல்லாமே அப்படிதான் இருந்திருக்கும் அப்படின்னு. ஏன் அந்த பிரச்சனை தெரியாது. ஆனா பை டிஃபால்ட் கொஞ்சம் இருக்கு. അല്ല, അത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ള പല പല തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അല്ലേ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമകൾ വരുമ്പോൾ അത്തരം സിനിമകൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ വില്ലൻ നായകൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ഇനി സിനിമയിൽ അല്ലേ. ഇപ്പോൾ പുതിയ ചിന്തകളിൽ അങ്ങനെയല്ല. കുറെ കൂടെ നായകന്റെയും വില്ലന്റെയും ഒക്കെ എന്താ പറയുക മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സിനിമകൾ ഒരു മെന്റൽ ഹെൽത്ത് അഡ്വൈസറോട്ട്, ഒരു കൗൺസിലറോടൊക്കെ സംസാരിച്ചിട്ട് സ്ക്രീൻ പ്ലേ ഇനി എഴുതണം, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഒരു മെന്റൽ സൈഡ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഉള്ള മാറ്റമാണ്. അതിന് സിനിമാക്കാർ മാത്രമല്ല, അതിന് സൊസൈറ്റി ഒന്നടങ്കം അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഉണ്ട്. ആ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റിൽ പ്രേക്ഷകരും കൂടെ ഉണ്ട്, മീഡിയ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇതിനകത്ത് മിഥുനോട് കുറേ ഏരിയയിൽ ആനന്ദനൊരു അസൂയുണ്ട്. അപ്പം അത് വളരെ നാച്ചുറലായിട്ട് ഹക്കിം പോർട്രേ ചെയ്തിട്ടുള്ള ഈ നാണവും അസൂയൊക്കെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ദേഷ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പേശി മസിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അഗ്രഷനൊക്കെ കാണിക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ പ്രണയം കാണിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അസൂയ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എന്താ, ആ ഡയറക്ടർ പറയുന്നത് എന്താ ഉൾക്കൊള്ളുക? അതോ ഇല്ല, അങ്ങനെ ഞാൻ ചെയ്ത ക്യാരക്ടറുമായിട്ട് എനിക്ക് തീരെ റിലേറ്റബിലിറ്റി എനിക്കില്ലാത്തൊരു ഏരിയ ആണ് ഈ മീശയില് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ കാണാത്ത. അതായത് ഞാൻ അത്ര വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഇമോഷൻസ് ഞാൻ കാണിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ വൈഫിന് മുമ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും മാത്രം കാണിച്ചാലുള്ളൂ. പുറത്തങ്ങനെ എനിക്കങ്ങനെ നിൽക്കാനോ അങ്ങനെ കാണിക്കാനോ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഈ അസൂയ എന്ന് പറയുന്നത് അവൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അസൂയയും കുശുമ്പ്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങടെ മകൻ 1.5-2 വയസ്സായിട്ടേ ഉള്ളൂ. അവന് നമ്മള് ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും ഇല്ലെങ്കിൽ അവന്റെ മുഖത്ത് വരുന്ന കുശുമ്പ്, വേറൊരു കുട്ടീനെ എടുക്കുമ്പോൾ മുഖത്ത് വരുന്ന കുശുമ്പ്, നമ്മൾ ആലോചിക്കും ഇത് ആര് പഠിപ്പിച്ചു കിട്ടും? ഇത് ഈ മറ്റേ അണ്ണാനും മരം കയറാൻ പഠിപ്പിക്കേണ്ട എല്ലാവരും ഉള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ കാടിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലേ ഉണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന കുറെ സത്യങ്ങളും നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളായിട്ടുള്ളൊരു പ്ലേ ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് തോന്നി. അതായത്
എന്തെങ്കിലും മറക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുമ്പോഴല്ലേ ഓവറായി തോന്നുന്നത്. അങ്ങനത്തെ കുറച്ച് നല്ല വൺ ലൈനേഴ്സ് ഉണ്ട് ഇതിനകത്ത്. MC-യുടെ റൈറ്റിങ്ങിനെ പറ്റിയിട്ട് എന്താ ഹക്കീമിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് ഈ സിനിമ പൊതുവെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മുഴുവൻ പരിപാടി ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു വെൽ റിട്ടൺ സിനിമ. അതൊരു ക്ലാസിക് എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ഒരു ബുക്ക് വായിച്ച ഫീല് നമുക്ക് കിട്ടും. കാരണം നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ ആ കാർഡും അതിന്റെ ആ ഒരു വന്യതയും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്ന അത്രയും തന്നെ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ റെയറാണ്. കാരണം അത് വായിക്കുമ്പോൾ കിട്ടുന്നത് ക്യാരക്ടേഴ്സിന്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത് പുള്ളിയുടെ റൈറ്റിംഗ് തന്നെയാണ്. പുള്ളി എഴുതിയേക്കുന്ന ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഭയങ്കര രസമാണ്. അപ്പൊ എന്റെ ഇരിപ്പുണ്ട് 1-2 പുസ്തകങ്ങൾ വികൃതി കണ്ടിട്ടുണ്ട്. ബേസിക്കലി പുള്ളി നല്ലൊരു റൈറ്ററാണ്. ഞാൻ പിന്നെ ഇതിന്റെ സിനോപ്സിസ് പോലെ വായിച്ചിരുന്നു. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ചിന്തകളായിരിക്കണം അതിൽ എഴുതിയത്. അതും അതിൽ ഈ യെല്ലോ ടോൺ ഉപയോഗിച്ചതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇപ്പൊ ഭയങ്കര എക്സ്ട്രീം ആണല്ലോ, ഒന്ന് കടലിന്റെ സൈഡിൽ നിന്ന് കാട്ടിലേക്ക് ആ യെല്ലോ ടോൺ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ മറ്റേ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ എല്ലാം ഓരോ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബേസിക് തോട്ട് വരുന്നത് തന്നെ ഷേക്സ്പിയറിന്റെ ഒരു പ്ലേയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്ലേയുടെ ആ ഒരു മൊമെന്റ്, ക്രൂഷ്യൽ മൊമെന്റ്, ഞാനതിപ്പോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ഏതാ പ്ലേ എന്നുള്ളത്. അപ്പൊ ആ പ്ലേയുടെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നിന്നാണ് ബാക്കിലേക്കാണ് നമുക്ക് ആ ഒരു നമുക്ക് തന്നെ എനിക്കല്ല MC-ക്ക് ആ ഒരു തോട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമാണ്. അതൊരു റൈറ്റർക്ക് മാത്രം ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. ബേസിക്കലി MC നല്ലൊരു റൈറ്ററാണ്. അതിൻ്റെയാണ് ആ ഒരു സിനിമ അങ്ങനെ എന്താണ് പറയാ, ഒരു നല്ലൊരു ബുക്ക് വായിച്ചൊരു ഫീൽ നമുക്ക് കിട്ടുക. ഇതിനകത്തൊരു ലൈനുണ്ട്, ഒരുമിച്ച് നിൽക്കുന്നവരെ വിഘടിപ്പിച്ചാലല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ, അതല്ലേ നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ആംഗിള്. പക്ഷേ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിനിമയിലെ കഥയിൽ നിൽക്കുന്നത് മാത്രമല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുമിച്ച് നിൽക്കുന്നവരെ നിങ്ങൾ രണ്ടും രണ്ടാണെന്ന് പറയുന്നിടത്താണ് ഈ പൊളിറ്റിക്സ് ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പരിപാടികളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യമൊക്കെ എടുത്താൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്ക് ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിലും ഒരുമിച്ച് നിൽക്കും. നമ്മളെല്ലാം ഭയങ്കര യൂണിറ്റി ഉള്ള മനുഷ്യരാണ്. നമ്മളെ ഇവിടെ വന്നിട്ടും നിങ്ങളതാണ്, ഞങ്ങളിതാണ്, അവരതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ബോധമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാലത്തും ഒരു ട്രിക്കാണത്. கதிர், இந்த படத்தில் நீங்கள் உங்களோட 2 ஃப்ரெண்ட்ஸை அந்த ரெஸ்ட் ஹவுஸுக்கு இன்வைட் பண்ணும்போது ஒரு சிரிப்பு அந்த டோர் ஓப்பன் பண்ணிட்டு அதிலே கொஞ்சம் ஒரு டெவிலிஷ் நேச்சர் இருக்கும். இந்த படத்தில் அந்த ஏரியாவில் த்ரூ அவுட் ஒரு பிளே இருக்குது. உங்ககிட்டையும் கொஞ்சம் சீக்ரெட்ஸ் இருக்குது, அவர்கிட்ட. அந்த பிளேயை நீங்கள் ஒரு ஆக்டராக எப்படி பார்க்குறீங்க? ஃபர்ஸ்ட் லைக் இந்த ஃபிலிம் பொறுத்த வரைக்கும் ஐ வாஸ் டிஸ்கஸிங் வித் MC சார் ஆல்சோ, லைக் இந்த 2 ஷேட்ஸும் இந்த கேரக்டர் இருக்கும். பிகாஸ் ஒரு எக்ஸ்பீரியன்ஸ் இன் லைஃப் வில் சேஞ்ச் யுவர் கேரக்டர் டோட்டலி. ஒரு அந்த கேரக்டர் வில் சேஞ்ச். இப்போ மீஷாவோட இது இல்லை, இன் மை கேரக்டர் ஃபர்ஸ்ட் இருக்கிற பியர்டும் மீஷா இருக்கிறப்போ ஒரு கேரக்டர். அப்போது ஃபாரஸ்டில் போகிறப்போ only the Misha will be there. So that இப்போ உள்ள இருக்க இன்னர் பர்சனாலிட்டி will define the facial structure. இப்போ ஃபார் எக்ஸாம்பிள் if I'm in a very lovely mood, இல்லை நீங்கள் வந்து இப்போ ஹாப்பியாக இதுன்னு இருக்கிறப்போ யூ ட்ரை டு ட்ரெஸ் அப் இன் தட் வே, யூ ட்ரை டு க்ரூம் யுவர் செல்ஃப் இன் தட் வே. அப்படி தான் இந்த கேரக்டரோட 2 ஷேடும் இருந்தது. அண்ட் மிதுனுக்கு உள்ளே இருக்க பெயினை ஃப்ரெண்ட்ஸ் கிட்ட எப்படி காமிச்சு இது பண்ண முடியுங்கிற ஒரு மீட்டர் இஸ் ஆல்சோ தேர். அண்ட் இந்த மாதிரி ஒரு அந்த ஃபாரஸ்ட்டில் இருக்க போர்ஷன் மாதிரி ஒரு பர்ஃபார்மன்ஸோ இல்லை ஃபாரஸ்ட்டில் இருக்க போர்ஷன் மாதிரி ஐ ஹவ் நெவர் டன். அந்த ஒரு நெகட்டிவ் ஷேடுக்கு உண்டான ஒரு கேரக்டர் ஐ ஹவ் நெவர் டன். ஸோ தட் வாஸ் சேலஞ்சிங் அண்ட் ஐ ரியலி லைக் டூயிங் தட். அதில் ஒரு ஃப்ரீனஸ் உண்டு. இப்போது வில்லன் கேரக்டர்ஸோட இது பண்ணுறப்போ you can go to any boundaries to perform. அதில் அவ்வளோ போக முடியலனாலும் ஒரு மீட்டர் ஆஃப் புஷிங் ஃப்ரம் த ரியாலிட்டி ஒரு ஸ்டெப் அபவ் வாஸ் தேர். ஸோ அது வாஸ் சேலஞ்சிங். எனக்கு ஐ ரியலி லவ்ட் பிளேயிங் த ஃபாரஸ்ட் போர்ஷன்.
இப்போ பரியன் பெருமாள் எடுத்து பார்த்தாலும் இந்த படத்தில் எடுத்து பார்த்தாலும் உங்களோட கேரக்டர் ரொம்ப இடத்துல பெயின் அனுபவிச்சுட்டு இருப்பாங்க இன்டர்னலி அண்ட் எக்ஸ்டர்னலி. அதை லிவ் பண்ணுறது ஆன் ஸ்க்ரீனில் உங்களுக்கு எக்ஸைட்டிங்காக இருக்குமா இல்லை அது ரொம்ப இப்போ நிறைய பெயின் பார்த்து இன்னுமே கொஞ்சம் உள்ள இருக்க பெயின் எல்லாம் வெளியில காமிக்கிறதோட இதுல இருக்கு. ஸோ அந்த அந்த ஃபாரஸ்ட் போர்ஷன் இஸ் லைக் வெளியில கொஞ்சம் காமிக்கிற ஒரு கேரக்டரா இருக்கும். இட் இஸ் நாட் லைக் உள்ள இருக்க பெயின் அதை வெளியில தெரியாம மேட்ச் பண்ற கேரக்டர் இல்லை இந்த ஃபாரஸ்ட் போர்ஷன். ஸோ வெளியில காமிக்கிற மாதிரி ഇരിക്കും പോർഷൻസ് എല്ലാം. ജിബി മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു എഴുത്തുകാരനും സംവിധായകനും കടന്നു പോകുന്നത്. ഇപ്പം ഒരു സിനിമയുടെ പേരിടണമെങ്കിൽ നമുക്കിന്ന് സെൻസർ ബോർഡിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ ഇന്ന ദൈവത്തിൻ്റെ പേരിടാൻ പറ്റില്ല, അപ്പോൾ ദൈവത്തിൻ്റെ പേരിൻ്റെ ലിസ്റ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും ഫ്രീഡത്തിൻ്റെ ഏരിയ കട്ടായി ഇന്നിപ്പോൾ ആരെങ്കിലും നിർദ്ദേശിക്കുന്നു അത് നമുക്ക് പാലിക്കാം, ആരുടെ ഒരു റൂൾ ബുക്ക് ഉണ്ട് അവിടെ നമുക്ക് പാലിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് പോകുന്നൊരു ഒരു ദുരവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ട്. അത് എന്താ പറയുക, നമുക്ക് ഭയങ്കര പേടിയും ആശങ്കയോടുകൂടെയൊക്കെ അതിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇനി എങ്ങനെ സിനിമ ചെയ്യും, പേരിടുന്നതിന് പ്രശ്നം. അതുപോലെ മുസ്ലിം കഥാപാത്രം ഏതോ ദൈവത്തിൻ്റെ പേരുള്ള കഥാപാത്രത്തോട് ചോദ്യം ചെയ്യാം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊരു സെൻസിബിലിറ്റി പോലും ഇല്ലാതെ പോകുന്നു അല്ലേ. പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന സെൻസർ ഇഷ്യൂസ് എന്ന് പറയുന്നത് കുറെ കൂടെ തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരേ സമയം ചിരിയും വരുന്നുണ്ട്. ഇതൊക്കെയാണോ വലിയ കാര്യം? അതേ സമയത്ത് ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഒരു എല്ലാവരും സിനിമ ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, ബുക്ക് എഴുതുന്നവരും അതിനൊക്കെ ഈ സെൻസർഷിപ്പ് എല്ലായിടത്തോട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നൊരു സമയത്ത് നമ്മൾ എങ്ങനെ സിനിമ ചെയ്യും എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ അല്ലല്ലോ. ഇവിടെ സിനിമ ചെയ്യുന്നത് ഒരു MCO ഞാനോ മാത്രമല്ല, സിനിമ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എഴുതുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, പ്രേക്ഷകരും, ഇതൊക്കെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു പോരാട്ടമൊക്കെ ഉണ്ടാവേണ്ടി വരും ഗതികേട് കൊണ്ട്. ആസ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ചില ഇടപെടലുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം കാണിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് കളയണം തിയേറ്ററിൽ വന്നാലും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അതിനെ നമുക്ക് അതിനെ നമ്മൾ പിടിച്ചെടുക്കുന്ന. ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ തമിഴ്നാട്ടിൽ ഞാൻ മനുഷ്യ എന്ന് പറയുന്ന ഒരു പടം ചെയ്തു 2 വർഷം മുന്നേ. അത് വെട്രിമാരനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, അത് ഗോപി നയനാറാണ് ഡയറക്റ്റ് ചെയ്തത്. ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് കമ്മ്യൂണിസം റിലേറ്റഡ് പൊളിറ്റിക്സ് ആണ് അതിനകത്ത് സംസാരിക്കുന്നത്. കാരണം ഇവിടെ ഈ ജാതി വേർതിരിവ് ഇവിടെ ഇങ്ങനെ ആക്കി നിർത്താൻ തന്നെ കാരണം ഇങ്ങനെ വേണ്ടതിൻ്റെ ആവശ്യകതയാണ് അയാൾ പറയുന്നത്. അതായത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഭരിക്കുന്ന ആൾക്കാരുടെ സൈഡ്, ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഒരു ഇൻട്രോഗേഷൻ റൂമാണ്. ആൻഡ്രിയുടെ ക്യാരക്ടറാണ് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരി വാദിക്കുന്നത് കമ്മ്യൂണിസം രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതാണ് ആ ഒരു ഐഡിയോളജിയാണ് ഇത് പൊളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും, ഞാൻ പാർട്ടിയെ പേരെടുത്ത് പറയില്ല, ഇവര് ഒന്നില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഈ ജാതീയത അങ്ങനെ തന്നെ നിർത്തുന്നുണ്ട്. അപ്പോൾ കാരണം അത് അവർക്ക് ഭരിക്കാൻ അതാണ് എളുപ്പം. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഭരിക്കാൻ അങ്ങനെയാണ് നിർത്തും. അപ്പോൾ ഈ ജാതി അങ്ങനെ തന്നെ നിൽക്കും. അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് പറയുന്ന ഒരു സൈഡും അതങ്ങനെ പാടില്ല എന്ന് പറയുന്ന ഒരു സൈഡുമാണ്. പക്ഷെ ഇത് റിലീസിന് പോകാൻ നേരത്ത് ഞങ്ങൾ തിയേറ്ററിൽ സെൻസർഷിപ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു 67 സ്ഥലത്താണ് അവർ കത്തി വെച്ചത്. 67 സ്ഥലം മെജോറിറ്റി എൻ്റെ സാധനം തന്നെയാണ്. അത് സിനിമ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതിനകത്ത് പറയാം. 67 കട്ടെന്നൊക്കെ പറഞ്ഞാൽ സിനിമ ഇല്ല പിന്നെ. അപ്പോൾ അവർ കോർട്ടിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ അവസാനം ഇപ്പോൾ പറഞ്ഞു 30 സ്ഥലത്ത് കത്തി വെച്ചോളാനായിപ്പോൾ. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇനിയിപ്പോൾ കേസ് തീർന്നു, ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടെ കേസ് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കണം, ഏതൊക്കെ ദൈവങ്ങളെ ഏതൊക്കെ ആൾക്കാരുടെ പേര് യൂസ് ചെയ്യണം എന്നൊരു നിയമമായിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിക്കണ്ട് ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കാശ് പോകുമല്ലോ, സമയം പോകും, വെറുതെ പോയിരുന്ന് അഭിനയിക്കുന്നു, വെറുതെ നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമം ഇറക്കാൻ പറ. ഇപ്പൊ നമ്മളിവിടെ ആക്ച്വലി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീഡം എന്നുള്ളൊരു ഇല്യൂഷനാണ്, ഫ്രീഡം ഇല്ല. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വരുമ്പോഴാണ് നമുക്ക് ഫ്രീഡം ഇല്ലെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് എന്തൊക്കെ പറയാൻ പാടില്ല, നമ്മൾ ആൾക്കാരുടെ വികാരം വ്രണപ്പെടുവോ, ആൾക്കാരെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഈ പറയുന്ന പോലെ ഫ്രീഡം ഓഫ് ചോയ്സോ ഫ്രീഡം ഓഫ് സ്പീച്ചോ ഒന്നും ഇവിടെ ഒന്നും ഇല്ല, വെറുതെ തോന്നണതാണ്. അതൊരു ഇല്യൂഷൻ മാത്രമാണ്. ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ജനങ്ങൾ.
ഭരണം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട് ഇവിടെ, നമുക്ക് തോന്നണ അങ്ങനെയൊന്നുമില്ല. വിചാരിക്കുന്നുണ്ടോ നമുക്ക് ഒരിക്കലും ഇനി നിർമ്മാല്യത്തിലെ പോലെ ഒരു ക്ലൈമാക്സ് ഇനി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്? അതിനേക്കാളും ഭീകര ക്ലൈമാക്സ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കും എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ പുതിയ പിള്ളേർ വന്നിട്ട് അതിനെയൊക്കെ പൊളിക്കുന്ന പരിപാടികൾ ചെയ്യും. ഈ സെൻസർ ബോർഡിനോട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന പിള്ളേർ വരും. നാളെ വരും, മറ്റന്നാൾ വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് അത് തന്നെ ആയിരിക്കും തീർച്ചയായും. നമ്മൾ വളരെ നന്നാവാൻ പോകുന്നു എന്നുള്ളതിന്റെ കുറച്ച് സൂചനകൾ തന്നെ ഇത്. കാരണം ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും. ഇത് പെട്ടെന്നുണ്ടാകുന്നൊരു മാറ്റമല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് കാണാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം മാറും. ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കും ബോധമുള്ള ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആരും ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പൊ ഒരു ഫിലിം മേക്കർ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അയാൾ ഒറ്റയ്ക്കാകത്തില്ല. ബാക്കി എല്ലാ മനുഷ്യരും ഒരു സൊസൈറ്റിയുടെ സപ്പോർട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ കാണുന്നതാണല്ലോ, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അത് മതിയല്ലോ. അത് തന്നെ വലിയ ധൈര്യം. ഇപ്പൊ ഇവരൊക്കെ ഈ പേടിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. സോ സിനിമ എന്ന് പറയുന്നത് നമുക്ക് മറ്റു ആർട്ട് ഫോം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു സംഭവം. സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സിന് ഈ ഭയങ്കര പ്രശ്നമുള്ള സിനിമകൾ നമ്മൾ ചെയ്യണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഇത് തന്നെയാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചാളൊക്കെ അങ്ങനെ പോകും. അത് കഴിയുമ്പോൾ നാം നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല പണികൾ പിള്ളേർ ചെയ്യും. നിങ്ങളുടെ അടുത്തടുത്ത പ്രൊജക്ട്സ് എന്താണ്? അടുത്ത I'm doing Ishkod remake I'm doing in Tamil. ആര് ഡയറക്ടർ? Shivana, he has done Zero or a film in Tamil. Okay, all the best. Maharaja's producer is കഴിഞ്ഞു ഒരു 3-4 months. But I really like that film. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. Then one more film in Tamil and also a series I'm doing for Hotstar. It's a biopic of a gangster. ബയോപിക് ഓഫ് എ ഗാങ്സ്റ്റർ. നൈസ്. എപ്പോഴാണ് അടുത്ത സിനിമ? ഈ വർഷം അവസാനമൊക്കെ ആവുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ ആവുമായിരിക്കും. ഇങ്ങനെ എഴുത്ത് പരിപാടികൾ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അതിൽ താങ്ക് യു സയൻസ് എഴുതി കാണിക്കുക തുടക്കത്തിൽ? അത് ഒരു പടത്തിൽ എഴുതി കാണിച്ചു. എല്ലാ പടത്തിലും അങ്ങനെ ഓരോന്ന് മാറി മാറി എഴുതി കാണിക്കും. കാതലിന് ലവ് എന്ന് എഴുതി കാണിച്ചു. പിന്നെ ശ്രീധന കേറ്ററിംഗ് സർവീസ് എന്നൊരു സിനിമ എഴുതാൽ ഫുഡ് ഹംഗ്രി എഴുതി കാണിച്ചു. ഞാൻ അടുത്ത പടം വരട്ടെ, എന്തെങ്കിലും എഴുതാം. ഹക്കിം എന്തൊക്കെയാണ്? ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പൊ ജിത്തു സാറിന്റെ പടം മിറാഷിന്റെ റിലീസ് ഉണ്ട്. പിന്നെ മീശ, ഇത് രണ്ടുമാണ് ഇപ്പൊ റിലീസിന്. നോബഡിയിലില്ലേ? നോബഡി ഷൂട്ട് നടക്കുന്നതല്ലേ? ഷൂട്ടിങ്ങിൽ ഒരുപാടില്ല. ഇല്ലില്ല, അത് നോബഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പെണ്ണുകേസ് എന്ന് പറയുന്നത് കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാ സിനിമകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. മീശ വിജയിക്കേണ്ടത് എന്തായാലും വലിയ ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ സംസാരിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.